ഇന്ന് നമ്മൾ ഒരു സ്കൂൾ മേറ്റ് തന്നൊരു ഓർഡറായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ രണ്ട് സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂൾ വേറെ സ്കൂളായിരുന്നു, ഹയർ സെക്കൻഡറി വേറെ സ്കൂളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ മേറ്റായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഡിമാൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ്റെയും പിന്നെ ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സിൻ്റെയും കളറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു കേക്ക് മതി, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം കണ്ണും പൂട്ടി അവർ അയച്ചു കൊടുത്ത റെഫറൻസ് വിക്കിൽ യൂണിക്കോൺ തീം ഒരുവിധം ട്രെൻഡിൻ്റെ കൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കേക്കാണ്. അപ്പം അതായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേഞ്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അത് ചേഞ്ച് ചെയ്ത് ബട്ടർ സ്കോച്ചിലെത്തി. അങ്ങനെ ഇത് ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1.5 kg ടോളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം യൂണിക്കോൺ ആയതുകൊണ്ട് റെഫറൻസിൽ തന്നൊരു പിക്കിൽ ഒരു 3 ഷെയ്ഡായിട്ടാണ് വരുന്നത്. ബ്ലൂവും യെല്ലോയും ഒരു ചെറിയൊരു പർപ്പിൾ ഷെയ്ഡും. അങ്ങനെ സൈഡിലൊരു വേവ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ വെക്കാനുള്ള കേക്കിൻ്റെ ക്രം കോട്ട് അടിച്ച് വെച്ചതായിരുന്നു. അതിനി ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ആ സൈഡിൽ ജസ്റ്റ് ക്രീം നമ്മൾ വേറെ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ജസ്റ്റ് ആക്കി വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിൽ ബോട്ടം ഉള്ള ഒരു കേക്കിൻ്റെ ഒരു കളർ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് മാറിയെന്നേ ഉള്ളൂ. വേറെ എല്ലാം സെയിം തന്നെയായിരുന്നു. പക്ഷേ അതിൽ സൈഡിൽ നമ്മൾ വേവ് കൊടുത്തിട്ടില്ല. രണ്ടും സെയിം ആവുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആവുന്നതായിരിക്കും നന്നാവാന്ന് തോന്നി. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബേസ് കണ്ടിട്ട് ആരും കമൻറ്റ് ബോക്സിൽ വരണ്ട. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യം ചെയ്ത് വെച്ച കേക്കിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നൊരു ഇതാണ്. അപ്പം ബേസിൽ ഇവിടെ പ്രസക്തിയില്ല. ഓക്കെ, നമ്മൾ ഈ കളറ് ഇങ്ങനെ ഒരു ലെയറിൽ കൊടുക്കുമ്പം അത് പൈപ്പിംഗ് ബാഗിലല്ലാതെ ചെയ്യുമ്പം അത് എത്രത്തോളം അത് സെറ്റായി കിട്ടും എന്നുള്ളത് അറിയില്ല. എൻ്റെ ഒരു അതിൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ഒരു 6 കപ്പ് കേക്ക്സും കൂടെ വേണമെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കി. പിന്നെ അതിൽ ഈ ഒരു കേക്കിൻ്റെ അതേ തീമിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ കളറും കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ സെറ്റ് ചെയ്തിട്ട് റോസറ്റൈൻ നോസിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നാവുന്നത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ആഡ് ചെയ്യുന്നതായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊരു ബിഗ്ഗായിട്ടുള്ളതും അതിൻ്റെ സ്മോളായിട്ടുള്ള ഷുഗർ ബോൾസ് കൊണ്ടൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ കപ്പ് കേക്ക് സ്റ്റാൻഡ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പം അതും അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. പിന്നെ ഇനി കേക്ക് ഡെക്കറേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിക്കോൺ തീമിലായിരുന്നു കേക്ക് എന്നുള്ളത്. അപ്പോൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്, നെയിമും ഏജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം മുകളിൽ ടോപ്പ് പോർഷനിൽ നമ്മൾ ഈ ഒരു ഏജ് നെയിം വരുന്ന ഒരു ടോപ്പർ ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഉള്ളത് താഴെയായിട്ട് നമ്മൾ ബോട്ടം സൈഡിൽ ഒരു യൂണിക്കോണിൻ്റെ ജസ്റ്റ് പ്രിൻ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസ്, പ്രിൻറ്റഡ് ബട്ടർഫ്ലൈസ് ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിലൊരു ടോൾ കേക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ജസ്റ്റ് ആ റെഫറൻസിലുള്ള പോലെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് നമുക്ക് താഴത്തെ ടോൾ കേക്കിൽ സെറ്റ് ചെയ്യുന്നു. അത് യൂണിക്കോണിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ടോപ്പിൽ തന്നെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ്. പിന്നെ മുകളിൽ ബട്ടർഫ്ലൈസ് മാത്രമാകുമ്പോൾ ഒരു ഗുമ്മില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒന്ന് അവിടെയും ഇവിടെ ആയിട്ട് കൊടുത്തു. പിന്നെ ഓരോരോ റെഫറൻസ് പിക്ക് തരുമ്പോഴും നമുക്ക് നമ്മളെ സൈഡിൽ നിന്നൊരു ടച്ച് ഉണ്ടാവും. അത് എല്ലാ ബേക്കേഴ്സിനും ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല. നിങ്ങൾ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാനങ്ങനെയാണ് എല്ലാ കേക്കിലും. ഇപ്പം നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാറുണ്ട്. അപ്പം അതിൻ്റെ അവിടെ ജസ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റെഫറൻസ് വിക്കിൽ ചെറിയ ബോൾസായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അത് വെച്ചാൽ നല്ലൊരു ലുക്ക് ഉണ്ടാവുന്നു. അങ്ങനെ ഞാനത് മാറ്റി. നമ്മൾ കേക്കും കപ്പ് കേക്കും
എല്ലാം പാക്ക് ചെയ്തു. ദെൻ അവർ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ കൂടെ നമ്മൾ സ്റ്റാൻഡും കൂടെ, കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.